ഹലോ മക്കളെ, എനിക്ക് ലേഖയോടാണ് പറയാനുള്ളത്. മക്കളെ വീഡിയോയൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെയധികം വേദനയോടെയാണ് ഞാൻ ആ വീഡിയോ കാണുന്നതും. ഭയങ്കരമായ വിഷമമാണ് എനിക്ക്. എൻ്റെ ആ മുഖം വാടിയിരുന്ന് ആ വേദനയോടെ കിടന്ന് പിന്നെ വിഷമിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വേദനയാണ് എനിക്ക്. മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെ അസുഖത്തിന് വിടുതൽ തരുവാനും പിന്നെ അതുപോലെ തന്നെ മക്കളെ കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിന് സകല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾ ഇപ്പോൾ പറയുന്ന ഞാൻ കേട്ട്, പിന്നെ കാലുമ്മേ കാല് വെച്ചെന്ന് പറഞ്ഞ് പ്രശ്നം, പിന്നെ ഒരുങ്ങുന്നെന്ന് പറഞ്ഞ് പ്രശ്നം, ചിരിക്കുന്നെന്ന് പറഞ്ഞ് പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്ന ഈ കമൻറ്റുകളൊന്നും നോക്കരുത്. അതൊക്കെ ഇങ്ങനെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഇത് നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ അത് ഫുള്ള് വായിക്കാൻ നിൽക്കാതെ എടുത്ത് കളയണം. കാര്യം അവർക്ക് മറുപടി പറയാനും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അവരെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കാര്യം പിന്നെ അവരെ സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മളെ അറിയാവുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവർ മതി. അല്ലാതെ ഈ ആർക്കും ഉപയോഗമില്ലാതെ അവരെ വീടിനും നാടിനും ആർക്കും ഉപയോഗമില്ലാതെ നടക്കുന്നവരടുത്ത് നമുക്കിപ്പോൾ നമ്മളെ ഒരു കാര്യവും പറഞ്ഞവരെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് അങ്ങനെ പറഞ്ഞാലും അവർക്ക് ഇതെന്തോന്നാണെന്നുള്ളത് മനസ്സിലാവുകയൊന്നുമില്ല. അവർ വിചാരിക്കും ഇതെന്തോന്ന് പറയുന്നെന്ന്. കാര്യം അതിനുള്ള വിവരവും അറിവും ബോധമൊന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല ഇതൊക്കെ പറയുന്നത്. വിവരമുള്ളവരും അറിവുള്ളവരും പറയത്തില്ലല്ലേ. അപ്പം അവരെ സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് വേണ്ട. അവരവരെ പാട്ടിന് പോട്ട് അവരെ കാര്യങ്ങൾ നോക്കാനും കാണാനും മറുപടി പറയാനും നിൽക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ മക്കളെ. അതുകൊണ്ട് മക്കളെ കാര്യങ്ങൾ നോക്കി പിന്നെ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് വേദനകൾ അനുഭവിച്ച് എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കാര്യം ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇതിനായിട്ട് തയ്യാറായ കാര്യം വല്ലരും ജോലി ചെയ്യുന്നത് പിന്നെ തിന്നും കൊണ്ട് പറ്റിച്ചും തട്ടിച്ചും തിന്നുന്ന ആളുകളെ ഇത് പറയത്തുള്ളൂ. അല്ലാതെ ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുകയും അസുഖത്തിന് വേണ്ടി ജോലി ചെയ്യുകയും അസുഖം വന്നിട്ട് കിടക്കാൻ പോലും പറ്റാതെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ കിടന്ന് വേദനകളെല്ലാം അങ്ങ് കടിച്ചമർത്തിയിട്ട് ചിരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അവരവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ആ കണക്കിന് ജീവിക്കുന്നവരെ കുറിച്ച് ഈ പിന്നെ വല്ലരെയും കഷ്ടപ്പാട് വിയർപ്പിൻ്റെ വില തിന്നുന്നവരൊക്കെ ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും പറയാൻ പോവേണ്ട കാര്യവും ഇല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്താൽ മതി. അതുപോലെ തന്നെ മക്കളെ പിന്നെ ആ പൊടി മക്കളെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വേദനയാണ്. എന്ത് നല്ല മക്കളാണ്. അമ്മയെ താങ്ങിക്കൊണ്ട് നടക്കുകയും അമ്മയ്ക്ക് വേണ്ടി കൂട്ടിരിക്കുകയും അമ്മയുടെ വേദനയിൽ വിഷമിച്ച് വന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും എന്തെല്ലാം ചെയ്യുന്ന ആ പൊടി മക്കൾ. അതിൻ്റെയൊക്കെ മുഖം കണ്ട ഒരു മനുഷ്യരൊക്കെ ഒന്നും പറയാൻ തോന്നില്ല. മക്കൾ തന്നെ ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ആ ദയനീയമായ ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യനാണെങ്കിൽ ഒന്നും പിന്നെ അവർക്ക് വേദന വരുന്ന ഒന്നും പറയത്തില്ല. അങ്ങനെ പറയുന്നവരൊന്നും നമുക്ക് ആവശ്യമില്ല. അവരെയൊക്കെ ഉപേക്ഷിക്കണം. അവരൊന്നും ഒരു ഇതും നോക്കാനൊന്നും നിൽക്കരുത്. അതുപോലെ തന്നെ മക്കളെ എന്തോന്നാണ് അമ്പുവേട്ടൻ, അമ്പുവേട്ടനെന്നല്ലേ വിളിക്കുന്ന അതൊക്കെ അവരെ അതിന് പ്രവർത്തിയൊക്കെ കാണുമ്പോൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എന്ത് ഒരു നല്ലൊരു മനുഷ്യനാണ്. എന്ത് നല്ല രീതിയിലാണ് മക്കളെ പിന്നെ നോക്കുകയും എടുക്കുകയും മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ദൈവതുല്യരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാര്യം എന്ത് നല്ല സ്വഭാവം. മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ജീവിക്കുന്നത്, സകല കാര്യങ്ങളും ചെയ്ത് കൂടെ നിന്ന്
എന്ത് കാര്യമായിട്ടാണ് നോക്കുന്നത് അവർക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കൂടെ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ, മക്കൾ വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. വേറൊന്നും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എടുക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ മക്കളെ.